ഹായ്, വെൽക്കം ടു ലൈഫ് ലൂപ്സ്. അപ്പോൾ ഇന്നേ നമ്മുടെ വീട്ടിൽ ചെറിയ പുൽക്കൂടും ട്രീ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് കുറച്ച് ഡെക്കോറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണം. അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഐഷു അവിടെ അംഗൻവാടിയിൽ രാവിലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടെ വിളിച്ചിട്ട് പോകാമെന്ന് വെച്ച്. അവൾ ഉറങ്ങി കിടക്കായിരുന്നു ഞാൻ ചെന്നപ്പം. പിന്നെ വിളിച്ചുണർത്തിയൊക്കെ എണിപ്പിച്ച് അങ്ങനെ നമ്മൾ വന്നത് നമ്മുടെ നാലാഞ്ചിറയിലുള്ള മഹേഷേട്ടൻ്റെ കടയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൻ്റെ സെൻറ്റ് ഗ്രേറ്റി സ്കൂളിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ വർഷങ്ങൾ കൊണ്ടുള്ളൊരു കടയാണ്. അത്രയും പരിചയമുണ്ട്. ഇത് ആദ്യം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഈ കട. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി കുറച്ചുകൂടെ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടോട്ടേ നമ്മൾ ബുക്ക്, പേന, ചെരുപ്പ്, കോട എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു ചേട്ടനാണ്, മഹേഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമുക്ക് ഒരു പുൽക്കൂട് വയ്ക്കാനായിട്ടുള്ള അതിനകത്ത് വയ്ക്കേണ്ട സാധനങ്ങളാണ് വാങ്ങുന്നത്. ബാക്കി ട്രീക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ. നോക്കട്ടെ, റെഡ് ഓർമ്മ റെഡ് ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം വേണോ? വേണ്ട, അതുണ്ട്. ബലൂൺ വേണ്ടി നോക്കാം. അങ്ങനെ ഉണ്ണിയേശുവിൻ്റെ ആ ഒരു സെറ്റും പിന്നെ കുറച്ച് ഡെക്കറേറ്റും ഒക്കെ വാങ്ങിച്ചേ. ആ ഉണ്ണിയേശുവിൻ്റെ സെറ്റ് 240 ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പുല്ലൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് എന്ത് ചെയ്യാൻ പോണെന്ന് പറ. നമ്മളിത് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല കേട്ടോ. ആക്ച്വലി ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു തെർമോക്കോൾ ഇരിപ്പുണ്ടായിരുന്നു, അതിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ശരിയാവോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല, കാരണം പശയില്ല, സ്കെയിലില്ല, അങ്ങനെ ഒരു സാധനവും ഇല്ല. വെറുതെ തീപ്പെട്ടി കൊള്ളി വെച്ചാണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ ചെയ്തതാണ്, പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ. അതുകൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്കം നല്ലതുപോലെ കിട്ടി ലാസ്റ്റിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ആ പുല്ലാണ് കേട്ടോ. ആ നമ്മുടെ പുൽക്കൂടിനുള്ളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരാണത്? ആരെന്നറിഞ്ഞൂടല്ലേ. പൊട്ടും വെച്ചോ. ഐഷ റെഡിയായ? പുൽക്കൂട് റെഡിയായ? ഉണ്ണിയേശുനെ കാണിക്ക്. അവിടെ ഐഷു കാണിക്ക്. ആ ഉണ്ണിയേശുവിനെ നമ്മൾ വയ്ക്കുമ്പോൾ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് ഉണ്ണിയേശുവിനെ വയ്ക്കണം കേട്ടാ. നിനക്ക് ലൈറ്റൊക്കെ ഇടട്ട്. ലൈറ്റ് അങ്ങനെ ഉണ്ടായ ഐഷ എങ്ങനെ ഉണ്ട്? ഇങ്ങനെയല്ല, തിരിച്ച് ഇങ്ങനെ. കണ്ടുക. റാന്തൽ എടുത്തിട്ട് വാ. ലൈറ്റ് ഷോർട്സ് ഇട്ടപ്പോഴേ റാന്തൽ എത്ര രൂപയാണെന്ന് 2-3 പേര് ചോദിച്ചായിരുന്നേ. ഇത് 40 രൂപയുടെ റാന്തലാണ്. ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ.
ഇത് ബ്ലിങ്ക് ഇഷ്ടപ്പെട്ടാ? ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി സിക്ക് ഒന്ന്. അപ്പൊ പുല്ല് നമ്മള് സെറ്റ് ചെയ്തൊന്ന് വച്ചൊക്കെ നോക്കിയപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അതങ്ങ് മാറ്റി നമ്മള്. പിന്നെ ഈ പുൽക്കൊണ്ട് അടിയിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മൾ റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാപ്പി സൺഡേ. അങ്ങനെ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണേ. ടാറ്റ പറ. ഇപ്പോൾ ട്രീയും പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നെ കുറേ നേരം അത് കണ്ട് ആസ്വദിച്ചേട്ടോ നമ്മൾ. പിന്നെ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കരകുളത്തുള്ള ഒരു ചർച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ചർച്ചിൻ്റെ ഉള്ളിൽ കയറിയില്ല. റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഡെക്കറേഷൻ കേട്ടോ. പറയാതിരിക്കാൻ പറ്റൂല, അത്ര അടിപൊളി ഡെക്കറേഷനായിരുന്നു. പിന്നെ അടിപൊളി ഒരു പുൽക്കൂട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ നിന്നാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ തോന്നില്ല. അത്രയ്ക്കൊരു നല്ല പ്രാർത്ഥനയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹസ്ബൻഡ് എപ്പോഴോ ആ വഴിക്ക് വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഒരു സർപ്രൈസായിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും. ഒരു വല്ലാത്തൊരു കാഴ്ച കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്രയും വലിയൊരു പുൽക്കൂട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു പുൽക്കൂട്. ആ ഒരു പ്രതിമകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ണീശു നല്ല സൂപ്പറായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് നോക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടും കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. കരകുളത്താണ് കേട്ടോ ഈ ഒരു ചർച്ച് വരുന്നത്. കറക്റ്റായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് പറയാറില്ല, കാരണം രാത്രിയാണ് പോയത് ഒന്നാമത്. അങ്ങനെ പക്ഷെ നമുക്ക് റോഡിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും. കണ്ട വണ്ടികളൊക്കെ പോകുന്നുണ്ട്. റോഡിൽ തന്നെയാണ് ഇത് വച്ചിരിക്കുന്നത്. പിന്നെ ചർച്ചിൻ്റെ ഉള്ളിലും കയറാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ പിള്ളേർക്ക് പോയി അടുത്ത് നിന്ന് കണ്ട് പിന്നെ അകത്തോട്ട് കയറുമ്പോഴായാലും അവിടെയും ആരുമില്ല, നമ്മൾ മാത്രം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ലപോലെ കാണാനും പറ്റി. നല്ല രസം കേട്ടോ. ഇതാണ് അകത്തേക്കുള്ള വഴി. അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ആളുകളാണെങ്കിൽ ഇവിടെ വരണം കേട്ടോ. വൈകുന്നേരം എല്ലാം ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. മക്കൾക്കൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് സ്റ്റാറിൽ ഈ സാൻഡ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് നോക്കണം കേട്ടോ. ഈ ഒരു ചർച്ചിൽ നമുക്ക് അകത്തോട്ടൊക്കെ കയറി നോക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.